സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ എലിപ്പനി വ്യാപകമാകാൻ സാധ്യത. ഈ വർഷം ഇതുവരെ 744 പേർക്കാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചത്. 50 പേർ ഇക്കാലയളവിൽ മരണപ്പെട്ടു. എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ലഭ്യത ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പല ജില്ലകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ എലിപ്പനി വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ വർഷം ഇതുവരെ 744 പേർക്കാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചത്. 41 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഇക്കാലയളവിൽ 712 പേരിൽ എലിപ്പനിയുടെ രോഗലക്ഷണങ്ങളും കണ്ടെത്തി. 2023-ൽ 103 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻ വർഷങ്ങളെക്കാൾ എലിപ്പനി ബാധിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്നവർ ആഴ്ചയിൽ 2 തവണ പ്രതിരോധ മരുന്നായി ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. എലിപ്പനി ബാധിച്ച് കൃത്യമായി ചികിത്സിക്കാതിരുന്നാൽ മരണം സംഭവിക്കും. മഴ ശക്തമാകുമ്പോൾ എലിമാളങ്ങളിൽ വെള്ളം കയറുകയും എലി വിസർജ്യം വെള്ളത്തിൽ കലരുന്നതുവഴിയാണ് രോഗം പടരുക. ജനം, തിരുവനന്തപുരം.